അപ്പൊ എന്തിനാണ് ഈ ഭഗവാൻ ആമയായിട്ട് വന്നത്? ആമയ്ക്ക് രണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട്. നമ്മളെ ചെറുപ്പത്തിൽ പഠിപ്പിക്കും. ആമയും മുയലിനോട് മത്സരിച്ചു. മുയൽ ഒരു 100 മീറ്റർ ഓടി അവിടെ നിന്നു. മുയലിന്റെ കുഴപ്പമാണോ? അല്ല. ദൈവം തന്നെ മുയലിനെ സൃഷ്ടിച്ചിരിക്കുന്നത് കോൾഡ് ബ്ലഡ് ആനിമലായിട്ടാണ്. കോൾഡ് ബ്ലഡ് ആനിമലിൽ 100 മീറ്റർ ഓടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ശ്വാസം കിട്ടണമെങ്കിൽ സെപ്പം നിന്നിട്ട് ഈ ശ്വാസം എടുത്തിട്ട് RBCക്കകത്ത് ഓക്സിജൻ ചെല്ലണം, ഇല്ലെങ്കിൽ ഓടാൻ പറ്റിയല്ല. എന്തിനാണ് ദൈവം മുയലിനെ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്? ഇങ്ങനെ മുയലിനെ സൃഷ്ടിച്ചില്ലായിരുന്നു കുറുക്കന് മുയലിനെ പിടിക്കാൻ പറ്റില്ല. കുറുക്കന്മാരെല്ലാം ചത്തു. അതിന് കുറെ മുയലിനെ പിടിച്ചോട്ടെ. അതിന്റെ പരിപാടി പറ്റിച്ച് ദൈവം നമ്മൾ പണി പറ്റിച്ചിരിക്കാൻ. പക്ഷെ ആമയോ? ആമ ടക്കേ ടക്കേ നടക്കാൻ തുടങ്ങി. ആമ ഈ മത്സരം ജയിച്ചു. ഈ കുട്ടിക്കഥ ശരിയാണോന്ന് അറിയാൻ വേണ്ടി BBC വേൾഡ് സർവീസ് കഴിഞ്ഞ വർഷം ആമയും മുയലിനോട് മത്സരം വെച്ചു. 500 മീറ്റേഴ്സ് റേസ്. മുയൽ ഒറ്റ ഓട്ടം 100 മീറ്റർ കഴിഞ്ഞ് മുയൽ അവിടെ നിന്നു, ശ്വാസം പിടിക്കാൻ തുടങ്ങി. പിന്നെയും മുയൽ ശ്വാസം പിടിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു പിന്നെ ഒരു ഓട്ടം ഓടി. ആമയോ? ആമ ടക്കേ ടക്കേന്ന് പതുക്കെ നടന്നു. മുയൽ 450 മീറ്റർ ആയപ്പോൾ ആമ 500 മീറ്റർ മത്സരം ജയിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാമെങ്കിൽ BBC വേൾഡ് സർവീസ് എടുത്തിട്ട് റാബിറ്റ് ആൻഡ് ദ ടോർട്ടോയ്സ് റേസ് അടിച്ചാൽ മതി. ഈ റിയൽ മത്സരം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്തിനാണ് കുട്ടികളെ പ്രൈമറി സ്കൂളിൽ കഥ പഠിപ്പിക്കുന്നത്? സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. പെട്ടെന്നൊരു ഉത്സാഹം ഉണ്ടായി ഒരു വർക്ക് ചെയ്യും, പിന്നെ കിടന്നുറങ്ങുകയും ചെയ്യുന്നവനൊന്നും ഭൂമി ജയിക്കത്തില്ല. പഠിക്കുന്ന കുട്ടികൾക്ക് വലിയ പരീക്ഷ പാസ്സാവണമെങ്കിൽ ആമയുടെ കൂട്ട് റിയൽ വർക്ക് ചെയ്യണം.